Hello students, all of you welcome to the Physics Bridge courses. പ്ലസ് വണ്ണിൽ നമ്മൾ സയൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ തന്നെ ഫിസിക്സ് ആ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ കുട്ടികളും പറയാൻ സാധ്യതയുള്ള ഒരു വാചകമാണ് എനിക്ക് ആ ഭാഗം എളുപ്പമാണ് എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. അത് പഠിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു രണ്ട് ഭാഗങ്ങളായിട്ട് വേർതിരിക്കാറുണ്ട്. ഒരിക്കലും ഫിസിക്സിൽ അങ്ങനെ രണ്ട് ഭാഗങ്ങളില്ല. നിങ്ങൾക്ക് മനസ്സിലായ ഭാഗവും നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗവും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മനസ്സിലാകാത്ത ഭാഗങ്ങൾ മനസ്സിലാക്കുക, അപ്പോൾ അത് എളുപ്പമായിട്ട് തീരും. അപ്പോൾ ഇങ്ങനെ ഫിസിക്സിലെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപക്ഷെ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിൻ്റെ സെക്ഷനിൽ നിന്നും വളരെ ബേസിക് ആയിട്ടുള്ള ചില ഗ്രാഫ്സ്, ഫിസിക്സിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററിലും ഗ്രാഫ് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രാഫിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ പല പാഠഭാഗങ്ങളിലെയും ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് സ്റ്റഡി ചെയ്യാനും അതിൻ്റെ പോയിൻറ്റ്സ് വളരെ പെട്ടെന്ന് എഴുതാനും സാധിക്കും. അതുപോലെ തന്നെ ഫിസിക്സിലെ ഒരുപക്ഷെ 4-5 ചാപ്റ്ററുകളിൽ കടന്നു വരുന്ന മോഷൻ എന്ന് പറയുന്ന ചെറിയൊരു ടോപ്പിക്കും ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ബേസിക് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു 90% കാര്യങ്ങളും നിങ്ങൾ താഴെ ക്ലാസ്സുകളിൽ കേട്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ബാക്കി ഭാഗം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഗ്രാഫിക് സെക്ഷനിലേക്കാണ് ആദ്യം കിടക്കാൻ പോകുന്നത്. നമ്മൾ മോഷനുമായി ബന്ധപ്പെട്ട് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, അതേപോലെ ലോസ് ഓഫ് മോഷൻ, ഇങ്ങനെയുള്ള ചാപ്റ്ററുകളൊക്കെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടും ഒരുപാട് ഡിഫറെൻറ്റ് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. സോ അവിടെയൊക്കെ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ്, ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഗ്രാഫിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിന് 2 ആക്സിസ് ഉണ്ട് അല്ലേ. നമ്മൾ ഇതുവരെ വരച്ച ഗ്രാഫുകൾക്ക് 2 ആക്സിസ് ഉണ്ട്, എക്സ് ആൻഡ് വൈ. ഒരുപക്ഷെ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നിങ്ങൾ മൂന്നാമത്തെ സെഡ് ആക്സിസും കൂടെ പഠിക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ 2 ആക്സിസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ വരയ്ക്കുന്നത് 2 ഡയമെൻഷൻ ഗ്രാഫാണ്. വേണമെങ്കിൽ നമുക്ക് 2D എന്ന് പറയാം. 2 ഡയമെൻഷൻ ഗ്രാഫാണ്. അപ്പോൾ എക്സ് ആൻഡ് വൈ. സോ എക്സിലെയും വൈയിലെയും പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഒരുപക്ഷെ ഗ്രാഫിൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷേപ്പുകളൊക്കെ കിട്ടും. ഡിഫറെൻറ്റ് ഷേപ്പുകൾ നമുക്ക് ഗ്രാഫിൽ അവൈലബിൾ ആണ്. ഇനി ഇതുവരെ നമ്മൾ ഒരുപക്ഷെ 10ാം ക്ലാസ്സിലൊന്നും കാണാത്ത ചില ഡിഫറെൻറ്റ് ഷേപ്പുകൾ പ്ലസ് 1 ഫിസിക്സിൽ നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. എസ്പെഷ്യലി മോഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളിലൊക്കെ, മോഷൻ, ഓസിലേഷൻ അങ്ങനെയുള്ള ചാപ്റ്ററുകളിലൊക്കെ ഡിഫറെൻറ്റ് ഗ്രാഫുകൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു ഗ്രാഫ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാഫിൽ 2 ആക്സിസ് ഉണ്ട് അല്ലേ. ഒരു എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് എന്ന് പറയുമ്പോൾ മലയാളം മീഡിയം നിങ്ങൾ അക്ഷം എന്ന് പറയാറുണ്ടാവും, അക്ഷം. സോ 2 അക്ഷങ്ങളുണ്ട്, എക്സ് അക്ഷവും വൈ അക്ഷവും. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ഈ എക്സിൽ മാർക്ക് ചെയ്യുന്ന ആളെ നമ്മൾ അതിനൊരു പേര് വിളിക്കാറുണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കാറുണ്ട്, ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ. അതേപോലെ വൈയിൽ മാർക്ക് ചെയ്യുന്ന ഈ ഒരാളെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് എന്ന് വിളിക്കാറുണ്ട്, ഡിപ്പെൻഡൻറ്റ്. ഇനി എന്താണ് ഇൻഡിപെൻഡൻറ്റ്, എന്താണ് ഡിപ്പെൻഡൻറ്റ് എന്ന് നോക്കാം. വളരെ ചെറിയ കാര്യമാണ്, നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ദൂരം എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക്, ദൂരം അല്ലേ. ദൂരം, അതേപോലെ സമയത്ത് ഞാൻ ടി എന്ന് കൊടുക്കാം. ദൂരം എന്ന് പറയുമ്പോൾ അത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ്. സോ ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് ദൂരവും സമയവും വെച്ചിട്ടുള്ള ഗ്രാഫാണ്. ഓക്കെ, ഡിസ്റ്റൻസും ടൈമും വെച്ചിട്ടുള്ള ഗ്രാഫാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാറ് മൂവ് ചെയ്യുന്ന സമയത്ത് സമയം മാറും തോറും അല്ലെങ്കിൽ സമയം ചേഞ്ച് ചെയ്യും തോറും ആ കാറിൻ്റെ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും, ശരിയല്ലേ? പക്ഷെ നമുക്ക് തിരിച്ച് പറയാൻ പറ്റുമോ? അതായത് ഡിസ്റ്റൻസ് മാറും തോറും സമയം മാറുന്നു, അങ്ങനെ പറയുന്നതാണോ ശരി? അല്ല. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി. അതായത് സമയം ചേഞ്ച് ചെയ്യുമ്പോൾ സമയം മാറും തോറും അതിൻ്റെ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തെ അല്ലെങ്കിൽ മെയിൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെയിൻ ആളെന്ന് പറയുന്നത് ഈ ടൈമാണ്. സോ ടൈം ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്, ദൂരം മാറുന്നത് ആണല്ലോ. അപ്പോൾ ആദ്യം ആർക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആര് ചേഞ്ച് ചെയ്യുമ്പോഴാണോ രണ്ടാമത്തെ ആൾ ചേഞ്ച് ചെയ്യുന്നത്, അയാളെയാണ് നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് വിളിക്കുക. നമ്മൾ ഇവിടെ പഠിക്കുന്ന ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടൈം വരുന്ന ഗ്രാഫുകൾ വരാറുണ്ട്.
അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു കാര്യം ആലോചിക്കാം, ടൈം എല്ലാ സമയത്തും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതെല്ലാ സമയത്തും എക്സ് ആക്സിസിലാണ് കൊടുക്കേണ്ടത്. ആ കാര്യം ഒരിക്കലും മറക്കരുത്. ഇനി ഇവിടെ നിങ്ങൾക്ക് ദൂരം വരാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള വേഗത സ്പീഡ് വരാം, അതുമല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള പ്രവേഗം വെലോസിറ്റി വരാം, അല്ലെങ്കിൽ വേറെ ആക്സലറേഷൻ വരാം, ത്വരണം വരാം, ബലം ഫോഴ്സ് വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാം. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്തും ടൈമിനെ നമ്മൾ എവിടെ കൊടുക്കണം? എക്സ് ആക്സിസിൽ കൊടുക്കൽ നിർബന്ധമാണ്. ബിക്കോസ് അതൊരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ടൈം ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഇപ്പുറത്തെ ആൾ ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് നമുക്കത് പറയേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ടൈമാണ് എക്സ് ആക്സിൽ എന്ന് എപ്പോഴും ഓർമ്മിച്ചാൽ മതി. മിക്കവാറും ഗ്രാഫിലൊക്കെ ടൈമാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വരുന്ന ഒരാൾ. ഇനി നമുക്ക് ചില ഗ്രാഫുകളുടെ ഷേപ്പ് പഠിക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത, ഞാൻ വരക്കാൻ പോകുന്ന ഗ്രാഫ് y ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഗ്രാഫാണ്. ഈ y ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ y ആക്സിസിൽ, ഇപ്പോൾ ഈ ആക്സിസിൽ ഈ അക്ഷരത്ത് 1, 2, 3 ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഞാനതിൽ 3 എന്ന് പറയുന്ന ആളെ എടുക്കുന്നു. അപ്പോൾ y ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെയാണ്. ആ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു നേർരേഖയാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൻ്റെ ഒരു പൊതുവായ രൂപം y ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. y ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ y ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ എന്നൊക്കെ പറയാറുണ്ട്. സ്ഥിരാംഗം, സ്ഥിരസംഖ്യ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ y ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെയാണ്. അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, നേർരേഖയാണ്. അത് നമ്മുടെ എക്സ് അക്ഷത്തിന് സമാന്തരമാണ്, പാരലലാണ്. ഇനി എനിക്ക് നേരെ തിരിച്ചും പറയാം കേട്ടോ. എങ്ങനെ? നമ്മുടെ ഗ്രാഫിൽ ഇവിടെ y, ഇവിടെ എക്സ് ഉണ്ട്. ഞാൻ y ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് വേണമെങ്കിൽ എനിക്ക് എക്സും കൊടുക്കാമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് ആക്സിൽ 3 ഏകദേശം ഈ ഭാഗത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൻ്റെ ഒരു പൊതുവായ രൂപം എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ്. അഥവാ എക്സ് ഒരു സ്ഥിരസംഖ്യ എന്നാണ്. അപ്പോൾ എക്സ് ഒരു സ്ഥിരസംഖ്യ ആണെങ്കിൽ, എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇതും ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ആൻഡ് ദിസ് ഈസ് പാരലൽ ടു വൈ ആക്സിസ്. അതായത് ഈ ഒരു നേർരേഖ ഈ വൈ അക്ഷത്തിന് സമാന്തരമാണ്. ഓക്കെ ആണല്ലോ? ഇപ്പോൾ 2 ഗ്രാഫുകൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത വേറൊരു ഗ്രാഫ് പഠിക്കാൻ പോകുന്നു. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രാഫ്, സോ ഇവിടെ എക്സ് ഉണ്ട്, അതേപോലെ ഇവിടെ വൈ ഉണ്ട്. നമ്മുടെ ഗ്രാഫ് ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. ഓക്കെ, ഈ ഗ്രാഫൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, താഴെ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഓം നിയമം അല്ലെങ്കിൽ ഓംസ് ലോ ഒക്കെ പഠിച്ച സമയത്ത് ഈ ഗ്രാഫ് കണ്ടിരുന്നു അല്ലേ? ഇതിൻ്റെ ഒരു ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് y ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് എന്നാണ്. y ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ്. അതായത് നമ്മളിതിനെ y നേർ അനുപാതത്തിലാണ് എക്സുമായിട്ടെന്ന് പറയാറുണ്ട്. ഈ ചിഹ്നം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേർ അനുപാതം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എന്താണ് അതിൻ്റെ അർത്ഥം? എക്സ് കൂടുമ്പോൾ വൈയും കൂടുന്നു അല്ലേ? എക്സിൻ്റെ അതേ നിരക്കിൽ വൈ കൂടുന്നു, എക്സിൻ്റെ അതേ റേറ്റിൽ വൈയും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രാഫിന് നമ്മൾ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, ഈ നേർ അനുപാത ചിഹ്നം മാറ്റി നമ്മൾ സമം എന്നുള്ള ചിഹ്നം കൊടുക്കും. ആ സമയത്ത് അവിടെ ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഗുണിക്കണം, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ y ഈക്വൽ ടു കെ എക്സ്, ഇതാണ് ഈ ഗ്രാഫിൻ്റെ പൊതുവായ രൂപം. ഓക്കെ, അതിൻ്റെ ഒരു കോമൺ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്? അപ്പോൾ ഇതാണ് y ഈക്വൽ ടു കെ എക്സ്. നമുക്ക് വേണമെങ്കിൽ y ഈക്വൽ ടു 3x എന്ന് പറയാം, അല്ലെങ്കിൽ y ഈക്വൽ ടു 4x എന്ന് പറയാം. ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നിങ്ങൾ കണ്ടു പരിചയമുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷേ ഇത് അല്പം ചെരിഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ മാത്രമല്ല ഈ ഒരു ഈ പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് 2 അക്ഷങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ്, ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്നൊക്കെ പറയും അല്ലേ? 2 ആക്സിസ് കൂട്ടിമുട്ടുന്ന പോയിന്റ്. ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് 0, 0 എന്ന് മാർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ y ഈക്വൽ ടു കെ എക്സ് അല്ലെങ്കിൽ y പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ y നേർ അനുപാതം എക്സ്, ആ ഗ്രാഫ് കടന്നു പോകുന്നത് 0യിലൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ മൂന്നാമത്തെ ഒരു ഗ്രാഫും കൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ഒരു ഗ്രാഫ് നോക്കാം. 4ാമത്തെ ഗ്രാഫ് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ഗ്രാഫാണ്, ഇനി ഒരുപാട് തവണ കാണാൻ പോകുന്ന ഗ്രാഫാണ്. ആ ഗ്രാഫിൽ y പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. y പ്രൊപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ y നേർ അനുപാതം എക്സ് സ്ക്വയർ ആണ്. അതായത് y ഈക്വൽ ടു ഒരു സ്ഥിരസംഖ്യ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാം.
അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ y = 2x². അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിൽ രണ്ടാകൃതി സമവാക്യങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനൊക്കെ പഠിച്ച സമയത്ത്. സോ y = 4x², ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ x² ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ഗ്രാഫ് പോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയാണ്. ഇതിനെ നമ്മൾ പരാബോള എന്നാണ് പറയാം, പരാബോള. ഓക്കെ, അപ്പോൾ ഈ പരാബോളിക് ഗ്രാഫാണ്. മാത്രമല്ല ഇതിലൊരു പോയിന്റ് നിർബന്ധമാണ്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് പാസ് ചെയ്യുന്നത് നമ്മുടെ ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദുവിലൂടെ ആണ്, അത് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് y പ്രൊപ്പോർഷണൽ ടു x² ഗ്രാഫ്. ഇനി ഒരുപക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഗ്രാഫും കൂടെ ഞാൻ പറയുന്നുണ്ട്. y പ്രൊപ്പോർഷണൽ ടു √x. ഈ ഗ്രാഫ് നിങ്ങൾ +1 +2 സമയത്ത് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ y പ്രൊപ്പോർഷണൽ ടു √x ആണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ y പ്രൊപ്പോർഷണൽ ടു √x എന്ന് പറയുമ്പോൾ ഈ √x എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം x⁻² എന്നാണ്. x ഘാതം 1/2 എന്നാണ്. അപ്പോൾ √x നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. സോ √x വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് x = k√x എന്ന് മാറ്റി എഴുതാമല്ലോ അല്ലേ. y = സ്ഥിരസംഖ്യ × √x എന്ന് എഴുതാം. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതും ഏകദേശം ഒരു പരാബോളിക് ഷേപ്പാണ്. സോ ഇവിടെ x ഉണ്ടാവും, ഇവിടെ y ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏകദേശം എത്ര ഗ്രാഫ് പഠിച്ചു? ഏകദേശം 5 ഗ്രാഫുകളുടെ വിവിധ ഷേപ്പുകൾ പഠിച്ചു. ആ ഗ്രാഫിൻ്റെ ഒരു പൊതുവായ രൂപവും പഠിച്ചു. ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇതൊരു ഗ്രാഫിൻ്റെ സെക്ഷനിലെ ബേസിക്കാണ്. തീർച്ചയായിട്ടും ഒരുപാട് ചാപ്റ്ററുകളിൽ ഒരുപാട് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ ഭാഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി +1 ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ 3rd ചാപ്റ്റർ ഉണ്ട്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ മോഷൻ ഇൻ എ പ്ലെയിൻ, ദെൻ ലോസ് ഓഫ് മോഷൻ, അതുപോലെ ഗ്രാവിറ്റേഷൻ, കൈനറ്റിക് എനർജി, ഓസിലേഷൻ, വേവ്സ്, കൈനറ്റിക് തിയറി, ഇങ്ങനെ ഒരുപാട് ചാപ്റ്ററുകളിൽ മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. മോഷൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാത്ത ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. സോ മോഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ്. ഇപ്പോൾ മോഷൻ എന്ന് പറയുന്നത് എന്താ? മോഷൻ, വാട്ട് ഈസ് മോഷൻ? മോഷൻ എന്ന് പറയുമ്പോൾ ചലനം എന്നാണ് അർത്ഥം അല്ലേ, ചലനം. ഇനി എപ്പോഴാണ് ഒരു ബോഡി മൂവ് ചെയ്തു എന്ന് എപ്പോഴാണ് പറയുക? ഒരു ബോഡി മൂവ് ചെയ്തു എന്ന്, അതായത് ഒരു ബോഡിയുടെ സ്ഥാനം, അത് നിൽക്കുന്ന സ്ഥാനം, ആ സ്ഥാനം മാറുമ്പോഴാണ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ബോഡിക്ക് മൂവ്മെൻറ്റ് ഉണ്ടായി എന്ന് പറയാം. സോ മോഷൻ എപ്പോഴാണ് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ ഒരു ബോഡിക്ക് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്, ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുമ്പോഴാണ് അല്ലേ. ഓക്കെ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ചേഞ്ച് ഇൻ പൊസിഷൻ, ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പോൾ ഒരു ബോഡിക്ക് അല്ലെങ്കിൽ ഒരു വസ്തുവിന് അതിന് സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ നമുക്ക് ചലനം സംഭവിച്ചു എന്ന് പറയാം. ചേഞ്ച് ഇൻ പൊസിഷൻ, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം, അപ്പോഴാണ് അതിന് മോഷൻ സംഭവിച്ചു എന്ന് പറയാം, അത് മൂവ് ചെയ്തു എന്ന് പറയുന്നത്. ഇനി മോഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ചോക്ക് അല്ലെങ്കിൽ ഒരു കാറ് ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ ആ കാർ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാർ ഏതവസ്ഥയിലാണ്? നമുക്കറിയാം അത് നിശ്ചലാവസ്ഥയിലാണ് അല്ലേ, റെസ്റ്റ്. ഇനി ആ കാറ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മുന്നോട്ട് നീങ്ങിയാൽ, അത് മുന്നോട്ട് പോകുമ്പോൾ അത് ഏതവസ്ഥയിലാണ്? അപ്പോൾ നമ്മൾ അതിനെ പറയാറുണ്ട് ചലനാവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പോൾ ഈ കാറിന് ഈ നിശ്ചലാവസ്ഥയും ചലനാവസ്ഥയും അല്ലാത്തൊരവസ്ഥയുണ്ടോ? അല്ലാത്തൊരവസ്ഥയില്ല. അപ്പോൾ ഒന്നുകിൽ അത് റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കും. ഇത് രണ്ടും അല്ലാത്തൊരു സ്റ്റേറ്റ് ഇല്ല. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും ശരി, അതിന് 2 അവസ്ഥകളാണുള്ളത്, 2 അവസ്ഥകൾ. നമ്മൾ അവസ്ഥ എന്നുള്ളതിനെ നമ്മൾ സ്റ്റേറ്റ് എന്നാണ് പറയാം. അപ്പോൾ ഒന്നാമത്തേത് നമുക്ക് പറയാം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്താ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? നിശ്ചലാവസ്ഥ. രണ്ടാമത്തേത് റെസ്റ്റിൽ അല്ലെങ്കിൽ പിന്നെ അത് സ്റ്റേറ്റ് ഓഫ് മോഷൻ. എന്താ മോഷൻ എന്ന് പറഞ്ഞാൽ? ചലനാവസ്ഥ. അപ്പോൾ ഒന്നുകിൽ അത് റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ അത് മോഷനിലായിരിക്കും. ഈ 2 സ്റ്റേറ്റ് അല്ലാതെ ഒരു ബോഡിക്ക് ഉണ്ടാവില്ല. ഇത് നമ്മൾ താഴെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട വേറൊരു കാര്യം,
ചില ടേംസുകൾ പരിചയപ്പെടുത്താൻ പോകുന്നു. ആദ്യം നിങ്ങൾ ദൂരം അല്ലേ, സഞ്ചരിച്ച ദൂരം എന്നൊക്കെ പറയാറുണ്ട്. നമ്മളിതിനെ ഇനി മുതൽ വിളിക്കാൻ പോകുന്നത് ഡിസ്റ്റൻസ് എന്നാണ്. ഡിസ്റ്റൻസ് മലയാളം നമ്മൾ അറിഞ്ഞിരിക്കണം, പക്ഷെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അതാരാണെങ്കിലും, അത് ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കായിട്ട് അവർ ഇംഗ്ലീഷ് കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് ആ ടേംസ് പഠിക്കുക. ഇനി ദൂരം കഴിഞ്ഞാൽ അതോടൊപ്പം നമുക്ക് മറ്റൊരു കാര്യം സ്ഥാനാന്തരം പറയാറുണ്ട്. സ്ഥാനാന്തരത്തിനെ നമ്മൾ വിളിക്കാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ. ഇനി വേഗത കേട്ട് പരിചയമുണ്ടാവും. വേഗത എന്ന് പറയുമ്പോൾ സ്പീഡ്. ഈ ടേംസൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെട്ട് വെക്കുക. അതേപോലെ പ്രവേഗം എന്ന് പറയുമ്പോൾ അത് വെലോസിറ്റി. ഓക്കെ. അപ്പോൾ 4 ടേമുകൾ പരിചയപ്പെട്ടു. ഇനി വീണ്ടും ചില ടേമുകൾ പരിചയപ്പെടാൻ പോകുന്നു. ഈ പരിചയപ്പെട്ട ടേമുകളെ ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ത്വരണം. എന്താണ് ത്വരണം എന്ന് പറഞ്ഞാൽ? ആക്സലറേഷൻ. ഓക്കെ, ആക്സലറേഷൻ. ഇനി അതേപോലെ ത്വരണം പഠിച്ച ഭാഗത്ത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിക്കും, മന്ദീകരണം. എന്താണ് മന്ദീകരണം? റിട്ടാർഡേഷൻ. ഓക്കെ, റിട്ടാർഡേഷൻ. ഇനി നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പഠിക്കാറുണ്ട്, ശരാശരി വേഗത അല്ലെങ്കിൽ ശരാശരി പ്രവേഗം എന്നൊക്കെ പറയാറുണ്ട്. ശരാശരി എന്നുള്ളതിന് നമ്മൾ വിളിക്കുന്ന പേര് ആവറേജ് എന്നാണ്. ആവറേജ് കേട്ട് പരിചയമുള്ള ടേംസാണ്. സോ ആവറേജ് സ്പീഡ് അല്ലെങ്കിൽ ആവറേജ് വെലോസിറ്റി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ശരാശരി. അപ്പോൾ ഇത്തരം ടേംസൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പരിചയപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ ഇംഗ്ലീഷ് ടേമുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സഞ്ചരിച്ച ദൂരം അഥവാ ഡിസ്റ്റൻസ്, അതേപോലെ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഡീപ്പായിട്ട് 8th-ലും 9th-ലൊക്കെ പഠിച്ചൊരു ഭാഗമാണ് മോഷൻ, ചലനവുമായി ബന്ധപ്പെട്ട്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം ദൂരം. ഓക്കെ, ദൂരം എന്ന് പറയുമ്പോൾ അത് ആരാണ്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നൊരു ഭാഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം. ആരാണ് സ്ഥാനാന്തരം? ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ചെറിയൊരു ചിത്രം വരയ്ക്കാൻ പോകുന്നു. ഇപ്പം നമ്മുടെ ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാണ്. സോ ഇത് 0 മീറ്റർ എന്ന് കൊടുക്കാം, സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഇനി ഇപ്പുറത്തൊരു പോയിൻ്റ് ഉണ്ട്, ഞാനിതിനെ എ എന്ന് കൊടുക്കുന്നു. ലാസ്റ്റ് പോയിൻ്റ് ഞാൻ ബി എന്ന് കൊടുക്കുന്നു. ഇനി അതേപോലെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് ഞാൻ ഒ എന്ന് കൊടുക്കുന്നു. ഓക്കെ. സോ ഇത് 0 മീറ്റർ, ഇതൊരു 10 മീറ്റർ, ഇതൊരു 15 മീറ്റർ. ഓക്കെ. നമ്മളൊരു ഒബ്ജക്റ്റ് യാത്ര തുടങ്ങുന്ന സമയത്ത്, ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് അല്ലേ. നമ്മളതിനെ ആദ്യ സ്ഥാനം അല്ലെങ്കിൽ ഇനീഷ്യൽ പൊസിഷൻ എന്നാണ് പറയാം. ഇനി നമ്മുടെ ഒബ്ജക്റ്റ് യാത്ര അവസാനിപ്പിക്കുന്ന സ്റ്റോപ്പ് ചെയ്യുന്ന പോയിന്റ് നമ്മളതിനെ അന്ത്യസ്ഥാനം അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ എന്നാണ് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാനതൊരു ടേബിളായിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ആദ്യം ഡിസ്റ്റൻസ് ഡിസ്കസ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റ് ഓയിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോയി. ഓയിൽ നിന്ന് എയിലേക്ക് പോയി. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ചെക്ക് ചെയ്യുമ്പോൾ അഥവാ ദൂരം ചെക്ക് ചെയ്യുമ്പോൾ ഒരു വസ്തു അത് ആകെ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ അത് സഞ്ചരിച്ചത് എത്രയും ദൂരമാണോ അതെല്ലാം നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഒരു വസ്തു ആകെ സഞ്ചരിച്ച ദൂരമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. 1, 2, 3 എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ 0 മുതൽ എ ആണ്. സോ 0-ൽ നിന്ന് എയിലേക്ക് പോകുന്നു. അപ്പോൾ 0-ൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ എത്ര മീറ്ററാണ്? 0 മീറ്റർ മുതൽ 10 മീറ്റർ വരെ
10 മീറ്റർ ഡിസ്റ്റൻസ് വരും. ശരിയല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ്, ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ഫസ്റ്റ് ഓയിൽ നിന്ന് എയിലേക്ക് പോയി. ഓക്കെ, ഓയിൽ നിന്ന് എയിലേക്ക് പോയി, ദെൻ എയിൽ നിന്ന് ബിയിലേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എയിൽ നിന്ന് ബിയിലേക്ക് പോയി. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? 0-ൽ നിന്നാണ്. ഫസ്റ്റ് അത് എയിലേക്ക് പോയി, പിന്നെ അത് ബിയിലേക്ക് പോയി. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 മീറ്റർ ഉണ്ട്, 10 മീറ്റർ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 മീറ്റർ മുന്നേ ഒരു 15 മീറ്ററിലേക്ക് എത്ര വരും? ഒരു 5 മീറ്ററും കൂടെ വരും, 5 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്ര? 10 മീറ്റർ പ്ലസ് 5 മീറ്റർ. അപ്പോൾ 10 മീറ്റർ പ്ലസ് 5 മീറ്റർ, ആൻസർ എന്താ വരിക? 15 മീറ്റർ. ശരിയല്ലേ? ഓക്കെ. ഇനി എൻ്റെ ഒബ്ജക്റ്റ് 0-ൽ നിന്ന് നേരിട്ട് ബിയിലേക്ക് പോകുന്നു. ഓക്കെ, ഓയിൽ നിന്ന് നേരിട്ട് ബിയിലേക്ക് പോകുന്നു. ഇനി അവിടുന്ന് തിരിച്ച് ആ ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു, ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു. അപ്പോൾ ആദ്യം ഓയിൽ നിന്ന് ബിയിലേക്ക് പോയില്ലേ, അപ്പോൾ അത്രയും ദൂരം കണക്കിലെടുക്കണം, ഡിസ്റ്റൻസ് നമ്മൾ നോക്കണം. പിന്നെ ബിയിൽ നിന്ന് എയിലേക്ക് വന്നില്ലേ, അപ്പോൾ അതും കൂടെ നോക്കണം. അപ്പോൾ ഇവിടുന്ന് ഓയിൽ നിന്ന് ബിയിലേക്ക് എത്ര ദൂരമാണ്? ടോട്ടൽ 15 മീറ്ററാണ്, 15. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കണം, ബിയിൽ നിന്ന് എയിലേക്ക്, അത് എത്രയാണ്? ഈ 15 നിന്ന് 10ലേക്കുള്ള ദൂരം 5 മീറ്ററാണ്, 5 മീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓയിൽ നിന്ന് ബിയിലേക്ക് എത്രയാണ്? 15. 15 മീറ്റർ അല്ലേ? പ്ലസ് പിന്നെ ബിയിൽ നിന്ന് എയിലേക്ക് എത്രയാണ്? 5. 5 മീറ്റർ. അപ്പോൾ ടോട്ടൽ എത്രയായി? 15 പ്ലസ് 5 20 മീറ്റർ. അപ്പോൾ അത് 20 മീറ്ററാണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഒരു എക്സാമ്പിൾ ഏറ്റവും താഴെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് എൻ്റെ ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഓയിലിൽ നിന്നാണ്. ഓയിലിൽ നിന്ന് നേരിട്ട് അവസാനത്തെ പോയിന്റ് ബിയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഓയിലിൽ നിന്ന് ബിയിലേക്ക് പോയി, എന്നിട്ട് ആ ബിയിൽ നിന്ന് നേരെ തിരിച്ച് ഓയിലേക്ക് തന്നെ വന്നു. അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ ആ ബിയിൽ നിന്ന് നേരെ തിരിച്ച് ഓയിലേക്ക് തന്നെ വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് അങ്ങോട്ട് എത്രയുള്ളത്? 15 മീറ്റർ, 15 മീറ്റർ. ആ 15 മീറ്റർ, അപ്പോൾ ഞാൻ ആ 15 മീറ്റർ എടുത്തു, 15 മീറ്റർ പ്ലസ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ്? അതും 15 മീറ്റർ ആണ്, ആണല്ലോ. 15 മീറ്റർ. 15 പ്ലസ് 15 എത്ര വരും? 30 മീറ്റർ. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ, ദൂരം മെഷർ ചെയ്യുമ്പോൾ, അത് എവിടെ നിന്ന് പോയി, ഏതെല്ലാം വഴിക്ക് പോയി, അത് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ അപ്പോൾ അങ്ങോട്ട് പോയതും കണക്കിലെടുക്കണം, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതും കണക്കിലെടുക്കണം. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വസ്തു ആകെ സഞ്ചരിച്ച ദൂരമാണ്. ദ ടോട്ടൽ പാത്ത് ടേക്കൺ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, പാത്ത് എന്ന് പറയുമ്പോൾ അത് സഞ്ചരിച്ച വഴി, അത് എത്രയാണോ സഞ്ചരിച്ച വഴി അത്രയും ഭാഗം നമ്മൾ കണക്കിലെടുക്കണം. ഓക്കെ, അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതും എല്ലാം കണക്കിലെടുക്കണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മറ്റൊരു പേര്, അത് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. ഷോർട്ടസ്റ്റ്. ഈ ഷോർട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ എളുപ്പവഴിയാണല്ലേ. എളുപ്പവഴി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ എളുപ്പവഴി നേർരേഖയായിരിക്കും. ഓക്കെ, നേർരേഖ മീൻസ് അതൊരു സ്ട്രെയിറ്റ് ലൈനായിരിക്കും. അപ്പോൾ അങ്ങനെ കണക്കിലെടുക്കുമ്പോൾ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും ഇതിനിടയിലുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ, സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും മാത്രം നോക്കിയാൽ മതി. അത് ഏതെല്ലാം ദൂരം സഞ്ചരിച്ചു, ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ നോക്കേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും മാത്രം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഈ എക്സാമ്പിളിൽ നോക്കാം, 0 മുതൽ എ വരെ. ഇപ്പോൾ 0 മുതൽ എ വരെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 0 സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്, ദാറ്റ് മീൻസ് ഒ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. ദെൻ എയിലേക്കാണ്, അപ്പോൾ ഓയിൽ നിന്ന് എയിലേക്ക്. അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതാണ് എൻഡിങ് പോയിന്റ്. അപ്പോൾ 0-ൽ നിന്ന് 10 മീറ്ററിലേക്ക് എത്രയാണ്? വെറും 10 മീറ്റർ. അപ്പോൾ അതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സ്ഥാനാന്തരം, അതാണ് അവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇനി നമ്മൾ നോക്കൂ, ഓയിൽ നിന്ന് എയിലേക്ക്, ദെൻ എയിൽ നിന്ന് ബിയിലേക്ക്, ഓയിൽ നിന്ന് എയിലേക്ക്, ദെൻ എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ്. യാത്ര അവസാനിച്ചത് എയിലാണോ? അല്ല, ബിയിലാണ്. ഓക്കെ, ഓയിൽ നിന്ന് യാത്ര അവസാനിച്ചത് ബിയിലാണ്. അപ്പോൾ ഈ 0 മീറ്റർ മുതൽ 15 മീറ്റർ വരെ എത്രയാണ് ആ ദൂരം? ആ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് എത്രയാണ്? 15. 15 മീറ്റർ. ഓക്കെ, ശരിയാണ്. 0 മീറ്റർ നിന്ന് 15 മീറ്ററിലേക്ക് 15 മീറ്റർ ആണ്, 15 മീറ്റർ. ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിൽ നിന്ന്, ദെൻ ബിയിലേക്ക്, ദെൻ ബിയിൽ നിന്ന് എയിലേക്ക്.
അപ്പോൾ ഫസ്റ്റ് ഓയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, പിന്നീട് ബിയിൽ നിന്ന് എയിലേക്ക് വരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓയിലാണല്ലോ, പക്ഷെ അവസാനിക്കുന്നത് എയിലാണ്. അത് അങ്ങോട്ടെല്ലാം പോയി അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ് എന്നൊന്നും കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഓയിലിൽ നിന്നാണ്, അവസാനിക്കുന്ന എയിലാണ്. അപ്പോൾ ഇതിനിടയിലുള്ള ആ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ആ ഒരു നേർരേഖാ ദൂരം എത്രയാണ്? 0 മീറ്റർ മുതൽ 10 മീറ്റർ വരെ. അത് 10 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇനി അവസാനത്തെ നോക്കുക. സ്റ്റാർട്ട് ചെയ്യുന്ന ഓയിലിൽ നിന്നാണ്. ഓയിലിൽ നിന്ന് നേരെ ബിയിലേക്ക് പോയി. ഓയിലിൽ നിന്ന് നേരെ ബിയിലേക്ക് പോയി. ഇനി ആ ബിയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക് വന്നു. അപ്പോൾ ബിയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക് വന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഓയിലിൽ നിന്നാണ്, അവസാനം തിരിച്ചെത്തിയതും ഓയിലാണ്. അപ്പോൾ ആദ്യ സ്ഥാനം ഇതാണ്, അവസാനം തിരിച്ചെത്തുന്ന അന്ത്യസ്ഥാനവും ഇതാണ്. അപ്പോൾ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അത് യാത്ര തുടങ്ങിയ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ പിന്നെ ആ യാത്ര തുടങ്ങിയ പോയിന്റും അവസാനിച്ച പോയിന്റും ഒന്ന് തന്നെയായിട്ട് മാറും. അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഒന്ന് തന്നെയാണ് അല്ലേ? അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒന്നാണ്. അങ്ങനെ രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ അവർക്കിടയിൽ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ, തുടങ്ങിയ പോയിന്റ് തന്നെ വന്ന് അവസാനിച്ചല്ലോ. അതുകൊണ്ട് അവർ തമ്മിലുള്ള സ്ഥാനാന്തരം 0 മീറ്റർ ആയിരിക്കും. എത്രയാണ്? 0 മീറ്റർ. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക കേട്ടോ, അത് 0 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് കാര്യം മനസ്സിലായല്ലോ. ഡിസ്റ്റൻസ് എല്ലാ സമയത്തും കൃത്യമായ ഒരു വാല്യൂ ഉണ്ടാവും. അതെല്ലാ സമയത്തും ഒരു കൃത്യമായ വാല്യൂ ഉണ്ടാവും. ഒരിക്കലും അത് എന്തായിട്ട് മാറില്ല. ഒരു വസ്തു യാത്ര തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും 0 ആയിട്ട് മാറില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അതിന് വാല്യൂസൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ചില സമയത്ത് 0 ആയിട്ട് മാറും. എപ്പോഴാണ് 0 ആയിട്ട് മാറുക? നമ്മൾ തുടങ്ങിയ പോയിന്റിൽ തന്നെ അവസാനിച്ചാൽ അത് 0 ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക്കാണ്. അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ.